വെൽക്കം ടു QA ഫോക്കസ്. ഇന്നത്തെ +2 ഫിസിക്സ് എക്സാമിന് ഒഴിവാക്കാൻ പറ്റാത്ത 3 ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഈ ഒരു 10 or 15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. നന്നായിട്ട് മനസ്സിലാക്കാനും പെട്ടെന്ന് എക്സാമിന് എഴുതാനും പറ്റും. ഒരു 15 മാർക്ക് ടോട്ടലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഇതൊന്ന് പഠിച്ചിട്ട് പോയേക്കണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും റിപ്പീറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് തന്നെയാണ് ഇത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. സാധാരണ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏത് എക്സാം, ക്രിസ്മസ് ആണെങ്കിലും ഓണം ആണെങ്കിലും ക്ലാസ് ടെസ്റ്റ് ബേസ്ഡ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും മോഡൽ ആണെങ്കിലും എവിടെ നോക്കിയാലും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ? എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്? അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by small distance. ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം, പക്ഷേ ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഒരു +q -q ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2a, ചെറിയ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് എന്താ? ഡൈപോൾ മൊമെന്റ് P is equal to magnitude of one of the charge q into dipole length 2a. ഇതാണ് ഡൈപോൾ മൊമെന്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒരു പ്രോബ്ലം, two charges each of charge +3 microcoulomb and -3 microcoulomb are kept at a distance of 0.2 cm. Calculate the dipole moment. ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പ്രോബ്ലം കാണുമ്പോൾ തന്നെ ടഫാന്ന് വിചാരിക്കരുത്. സിമ്പിൾ പ്രോബ്ലംസ് കാണും, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ഉണ്ടാകും. അതുകൊണ്ട് പ്രോബ്ലം കാണുമ്പോഴേ പാടാന്ന് വിചാരിക്കരുത്. പിന്നെ അറിയാമല്ലോ, കഴിഞ്ഞ എക്സാമിനൊക്കെ പ്രോബ്ലംസ് ഒത്തിരി കൂടുതലായിരുന്നു. കഴിഞ്ഞ ഇയറിലൊക്കെ പ്രോബ്ലംസിൻ്റെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യണം. തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ ഒന്ന് എടുത്ത് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ചാർജ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? +3 മൈക്രോകൂളംബ് ഉണ്ട്. അതുപോലെ തന്നെ എന്തും എഴുതാം? -3 മൈക്രോകൂളംബ് ഉണ്ടെന്ന് എഴുതാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.2 സെൻറ്റിമീറ്റർ ആണ്. ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ q × 2a. q എന്ന് പറയുമ്പോൾ ഇനി വൺ ഓഫ് ദി ചാർജ് ആണ്. P = വൺ ഓഫ് ദി ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒന്ന് 3 മൈക്രോകൂളംബ് ആണ്. × 10⁻⁶ ആണ്. ഇനി ഡൈപോൾ ലെന്ത് ആണ്. ഡൈപോൾ ലെന്ത് 2a എന്ന് പറയുന്നതാണ് ആ തന്നിരിക്കുന്ന ടോട്ടൽ ലെന്ത്. ഒരിക്കലും ഇതിനെ പിന്നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. 2a എന്ന് പറയുമ്പം 2 × 0.2 എന്ന് എഴുതാനായിട്ട് നിൽക്കരുത്. ആ 2a ആണ് തന്നിരിക്കുന്നത് മുഴുവനായിട്ടും. അപ്പോൾ എന്ത് എഴുതാം? 0.2 × സെൻറ്റിമീറ്റർ ആണ്. മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10⁻² കൊടുക്കണം. 2 × 0.2 3 × 0.2 0.6. ഇനി -6 -2 കൂടി വരുമ്പോൾ 10⁻⁸ വരും. യൂണിറ്റ് എന്ത് വരും? കൂളം മീറ്റർ. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇവിടെ എപ്പോഴും തെറ്റിക്കുന്ന ഇതായിരിക്കും. 2a എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 × തന്നിരിക്കുന്ന ലെന്ത് എടുക്കും. ഒരിക്കലും അങ്ങനെ എടുക്കരുതും. തന്നിരിക്കുന്ന ലെന്ത് തന്നെയാണ് 2a അല്ലെങ്കിൽ 2l. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഗോസസ് ലോ എല്ലാവർക്കും അറിയായിരിക്കും. ക്ലോസ്ഡ് ഇന്റഗ്രൽ B.ds = Q/ε0. സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ B അല്ല E ആണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് Q/ε0. ഇന്റഗ്രൽ E.ds = Q/ε0. ഇന്റഗ്രൽ E.ds = Q/ε0. ഇതാണ് ഗോസസ് ലോ. ഇനി ഗോസസ് ലോയുടെ 3 ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. 3 ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് സാധാരണ ചോദിച്ച് കാണാറുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഹെൻസ് ഫൈൻഡ് ഔട്ട് ദ ഫീൽഡ് ഡ്യൂ ടു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഒരു പ്ലെയിൻ ഷീറ്റ് എടുത്തു, ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ അസ്യൂം ചെയ്തു. ഈ പോയിന്റിൽ ഫീൽഡ് വേണം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒരു ഗോസിയൻ സർഫസ് സിലിണ്ടറിൻ്റെ ഫോമിൽ ഞാൻ എടുത്തു.
ഇനി ഈ ഗോസിയൻ സർഫസിനകത്ത് ഇതിനകത്ത് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ഡോട്ട് ഡി എസ് ആണ്. ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുമ്പം ഇ ഡി എസ് കോസ് തീറ്റയാണ്. ഇനി ഇതിനകത്ത് വരുമ്പം ഇലക്ട്രിക് ഫീൽഡും സർഫസിന്റെ നോർമലും പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് നോർമൽ ആർ പെർപെൻഡിക്കുലർ. ദെയർഫോർ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 0. ഇവിടെ വരുമ്പം ഇലക്ട്രിക് ഫീൽഡും നോർമലും പാരലൽ ആണ്. ഇലക്ട്രിക് ഫീൽഡും നോർമലും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫൈ എന്ന് പറയുന്നത് ഈ ഡി എസ് ആയിരിക്കും. ഡി എസ് ഇതിൻ്റെ ഏരിയ. അതേപോലെ ഈ എൻഡിലും ഈ ഡി എസ് വരും ഫൈ. അപ്പം ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ടോട്ടൽ എന്ന് പറയുന്നത് 2E ds ആയിരിക്കും. 2E ds ആയിരിക്കും. ഇവിടെ ഒരു E ds ഉം ഇവിടെ ഒരു E ds ഉം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 2E ds ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഗോസസ് ലോ എന്താ പറയുന്നത്? ഗോസസ് ലോ പറയുന്നത് ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് പറയുന്നത് Q by epsilon 0 എന്നാണ് പറയുന്നത്, അല്ലേ? ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ഡി എസ് ആണ്. ആ ഇ ഡി എസ് എന്ന് പറയുന്നത് ഇവിടെ 2E ds ആണ്. ഇനി ഇവിടെ Q by epsilon 0. Q എന്ന് പറയുന്നത് സിഗ്മയാണ് ചാർജ് ഡെൻസിറ്റി. പ്ലേറ്റിന്റെ ഏരിയ എ ആണെങ്കിൽ, ഓക്കെ, പ്ലേറ്റിന്റെ ഏരിയ വേണ്ട, നമുക്ക് ഇത് മതി, അല്ലേ? ഇവിടെ ഈ സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇൻറ്റു ഡി എസ് ആയിരിക്കും. സിഗ്മ ഇൻറ്റു ഡി എസ് ആയിരിക്കും ബൈ, കാരണം ഈ ഡി എസ് ഏരിയയിൽ കൂടിയാണ് ഇത് പാസ് ചെയ്യുന്നത്, അല്ലേ? ഇവിടുത്തെ ഡി എസ് ഏരിയയിൽ കൂടി തന്നെയാണ് ഇത് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊന്നും നോക്കാൻ പോകണ്ട. സിഗ്മ ഡി എസ് ബൈ എപ്സിലോൺ 0. സിഗ്മ ഡി എസ് ബൈ എപ്സിലോൺ 0. അപ്പം ഇവിടെ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി, ഇവിടെ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. 2E ds ഈക്വൽ ടു സിഗ്മ ഡി എസ് ബൈ എപ്സിലോൺ 0. ഡി എസ് കട്ടാകും. ഇ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു ഈ 2 നേരെ താഴേക്ക് വരും. ഇപ്പം എന്ത് വരും? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഷീറ്റ് വരയ്ക്കുക, അതിനകത്തോട്ട് ഒരു സിലിണ്ടർ വരയ്ക്കുക, എന്നിട്ട് എന്തെഴുതുക? ഇൻസൈഡ് ദ സിലിണ്ടർ ഇ ആൻഡ് എൻ ആർ പെർപെൻഡിക്കുലർ. ഇ ആൻഡ് എൻ ആർ പെർപെൻഡിക്കുലർ. ഫൈ ഈക്വൽ ടു 0. അറ്റ് ദി എൻഡ് ഫേസ് E and N are parallel, therefore phi is EDS. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ 2E ds ആയിരിക്കും. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 2E ds ആയിരിക്കും. ഇനി ഗോസസ് ലോ വെച്ചിട്ട് നമ്മൾ പറയുന്നത് ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് പറയുന്നത് Q by epsilon 0 ആണ്. അപ്പോൾ Q by epsilon 0 എന്താന്ന് നമ്മൾ എഴുതി. ഈ ഇ ഡി എസും ഈ ഇ ഡി എസും കൂടി, സോറി, ഇതും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അടുത്ത ഇതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫീൽഡ് ബിറ്റ്വീൻ 2 പ്ലെയിൻ ഷീറ്റ് ഓഫ് സെയിം ചാർജ് ഡെൻസിറ്റി? 2 പ്ലെയിൻ ഷീറ്റ് എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. രണ്ടിനും സെയിം ചാർജ് ഡെൻസിറ്റിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തായിരിക്കും ഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാരണമുള്ള ഫീൽഡ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും, ഇത് കാരണമുള്ള ഫീൽഡ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും. ഇതിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. ഇതിൻ്റെ എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. ഫസ്റ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് കാരണം വരുന്നത് E1 എന്ന് കൊടുക്കാം. E1 ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. E2 എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. രണ്ട് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? അപ്പം ഇൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ് ഈ നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് E1 മൈനസ് E2. E1 മൈനസ് E2 രണ്ടും ഒന്ന് തന്നെയല്ലേ? എന്ത് കിട്ടും? ഈക്വൽ ടു 0 കിട്ടും. ഇത് സാധാരണ ഇതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ. എന്താ കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ? ഒരു കണ്ടക്ടറിന് ചാർജ് കൊടുത്തോണ്ടിരുന്നാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ഇഫ് ചാർജ് ഈസ് ഗിവൺ ടു എ കപ്പാസിറ്റർ, ഇഫ് Q ഈസ് ഗിവൺ ടു എ കണ്ടക്ടർ, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് PD increases.
അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ചാർജ്. എന്തെഴുതാം? Q പ്രൊപ്പോർഷണൽ ടു V എന്ന് എഴുതാം, അല്ലെങ്കിൽ Q ഈക്വൽ ടു CV. ഇതാണ് കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ക്ലിയർ ആയോ? ഇങ്ങനെയാണെങ്കിൽ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പ്ലസ് ചാർജ് മൈനസ് ചാർജ് ഇതിനെ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് E ആണ്, ഇതിൻ്റെ ഏരിയ A ആണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ഈസ് ഈക്വൽ ടു Q ബൈ V ആണ്. Q ബൈ V ആണ്. ഓക്കെ ആണോ? ഇനി V എന്ന് പറയുന്നത് ഈ D ആണ്. V എന്ന് പറയുന്നത് E ഇൻറ്റു D ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ഇനി E എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു D എന്ന് കിട്ടും. ഇവിടെ Q എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു A ആണ്. സിഗ്മ ഇൻറ്റു A ആണ്. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. സിഗ്മ ബൈ എപ്സിലോൺ 0 D ബൈ സിഗ്മ, തിരിഞ്ഞു അല്ലേ? Q ആണ് ആദ്യം എഴുതേണ്ടത്. Q എന്ന് പറയുന്നത് C is equal to Q ആദ്യം എഴുതുമ്പോൾ സിഗ്മ A ബൈ V എന്ന് പറയുന്നത് സിഗ്മ D ബൈ എപ്സിലോൺ 0. സിഗ്മ ക്യാൻസൽ ആവും, എപ്സിലോൺ 0 മുകളിലേക്ക് വരും, A എപ്സിലോൺ 0 ബൈ D എന്ന് വരും. ഇത്രയേ ഉള്ളൂ കപ്പാസിറ്ററിൻ്റെ എക്സ്പ്രഷൻ. അതിൻ്റെ കൂടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, is there any change in capacitance if a dielectric material of dielectric constant K is placed between the plates of the capacitor? ഒരു കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിന് ഇടയ്ക്കായിട്ട് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇല്ലെങ്കിൽ C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ബൈ D ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ച് കഴിഞ്ഞാൽ K എപ്സിലോൺ 0 A ബൈ D ആയിരിക്കും. ദാറ്റ് ഈക്വൽ K ഇൻറ്റു ഇതെന്ന് പറയുന്നത് C അല്ലായിരുന്നു, C. അപ്പോൾ C ഡാഷ് എന്ന് പറയുന്നത് K ടൈംസ് C ആണ്. എന്നുവെച്ചാൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ വെറുതെ ഇൻക്രീസ് ചെയ്യുന്ന എഴുതിയാൽ മതി. അതിൽ കൂടുതൽ 2 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി കൊടുത്തേക്കുക. ക്ലിയർ ആയല്ലോ? ചാപ്റ്ററൊക്കെ നന്നായിട്ട് പഠിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് ഇപ്പോഴും ചാപ്റ്റേഴ്സ് ഒന്നും തറവല്ല, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് തന്നേക്കാം. ഇതിനകത്ത് അത്യാവശ്യം ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തത് കിടപ്പുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്തുണ്ട്, ഒന്ന് നോക്കിയാൽ മതി, പെട്ടെന്ന് കിട്ടും. അതുപോലെ കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഞാൻ ലിങ്ക് തന്നിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് എല്ലാ ഷോർട്ട് ഡെറിവേഷൻസും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഷോർട്ട് ഡെറിവേഷൻസും അതിനകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം, കാണാൻ മറക്കരുതും. അതുപോലെ മൂവിങ് ചാർജസ് ഒട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ടൈമിനെങ്കിലും, എക്സാമിന് കയറുന്നതിന് മുമ്പുള്ള ഈ ഒരു ടൈമിനെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ച് തീർക്കാനായിട്ട്, ജസ്റ്റ് ഒന്ന് നോക്കി തീർക്കാനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 9 ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. ആ 9 ക്വസ്റ്റ്യനകത്ത് ഒരു 3-4 ക്വസ്റ്റ്യൻസ് തീരെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാത്തതാണ്, ഒത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലോ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ലോ ലെവൽ മീൻസ് മാർക്കിൻ്റെ കാര്യത്തിലല്ല പറയുന്നത്, പഠിക്കാൻ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ഈസി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്ലസ് അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഡെറിവേഷൻ ഉണ്ട്, 4 മാർക്ക് ഡെറിവേഷൻ. അതും അതിനകത്ത് പെട്ടെന്ന് പഠിക്കാവുന്ന രീതിയിൽ ചെയ്യാവുന്ന രീതിയിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാൻ മറന്നു പോകരുതും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ.